ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരുപാട് യാത്രയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് വന്ന ശേഷം പാറുവിൻ്റെ സ്കൂളിൽ പോകണം. ഇന്ന് അവിടെ ഓണ സെലിബ്രേഷനാണ്. പാറു റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ മുടിയൊക്കെ വേഗം കെട്ടിവെച്ച് കൊടുത്തു. പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടി തുളസിക്കതിർ വെച്ചു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇന്ന് പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പഴംപൊരിയും ചായയും റെഡിയാക്കി അതെല്ലാം കഴിച്ച് സുന്ദരിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വെക്കും കേട്ടോ, വലുതാകുമ്പോൾ കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് ചെന്നു. സ്കൂളിൻ്റെ കവാടം എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് ചെന്നപ്പോഴേക്കും നല്ലൊരു അത്തപ്പൂക്കളം ഇട്ട് വെച്ചേക്കുവാണ്. കുറേ സമയം ഞങ്ങൾ അതെല്ലാം കണ്ടു. അപ്പോഴേക്കും എൻ്റെ 2 കൂട്ടുകാരെ കണ്ടു. എനിക്കിപ്പം ഒരു 10-15 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാട്ടോ. അവനെയും വൈഫിനെയാണ് കണ്ടത്. അവരോട് വർത്തമാനം പറഞ്ഞ ശേഷം സ്റ്റേജിലുള്ള മലയാളം അംഗന്മാരെ എല്ലാം പോയി കണ്ടു. സുന്ദരി കെട്ടുകളെല്ലാം സ്റ്റേജിൽ അണിനിരന്ന് നിൽക്കുകയായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഇവിടെ തന്നെ നമുക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ അങ്ങോട്ട് നടന്നു. രാഹുൽ, ജോഷ്മി എന്നാണ് ഇവരുടെ പേര്. ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കറികളെല്ലാം വന്നു, ചോറ് വന്നു. ഇവിടുത്തെ ഭക്ഷണത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നല്ല രുചിയുള്ള ഭക്ഷണമാണ്. PTA മീറ്റിങ്ങിനൊക്കെ വരുമ്പം ഞാൻ ഈ ഭക്ഷണം കഴിക്കാറുണ്ട്. നല്ല രുചിയുള്ള ഭക്ഷണമാണ് കേട്ടോ ഇവിടെ വിളമ്പാറുള്ളത്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം ഏറ്റവും പ്രധാനമായ പായസം എത്തി. പ്രഥമനായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് പായസമാണേ. വയറ് നിറച്ച് കഴിച്ച് വീണ്ടും സ്കൂളിൽ തിരിച്ചെത്തി. കുട്ടികളെല്ലാവരും മുണ്ടൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഞങ്ങൾ അമ്മമാരുടെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കസാരകളിക്ക് കയറിയിരുന്നു, പക്ഷേ ആദ്യം തന്നെ ഔട്ടായിപ്പോയി കേട്ടോ. പിന്നീട് വീണ്ടും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്ന്. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. പാമ്പനാൽ വെള്ളച്ചാട്ടം എന്നാണ് പേര്. പാലാ തൊടുപുഴ റൂട്ടിൽ മാനത്തൂർ എന്ന സ്ഥലത്താട്ടോ ഈ വെള്ളച്ചാട്ടം ഉള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ്. വണ്ടി നേരം ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നടന്ന് ശരിക്കും മടുത്തു കേട്ടോ. വേറെണ്ടാന്ന് തോന്നിപ്പോയായിരുന്നു. കാരണം ഡോറയുടെ പ്രയാണം പോലെയായിപ്പോയി. ഡോറയുടെ യാത്രയെക്കാളും ഭീകരമായിരുന്നു. കാടും മലയും കുന്നും എല്ലാം കടന്ന് നടന്ന് വല്ലാത്തൊരവസ്ഥയിലെത്തി. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്നറിയില്ല. ശരിക്കും തളർന്നു പോയി കേട്ടോ. അവസാനം ഈ വന്നതിനുള്ളൊരു റിസൾട്ട് കിട്ടി. ഇത്രയും നമ്മൾ സാഹസമായി ഇവിടെ എത്തിപ്പെട്ടെങ്കിലും ശരിക്കും ഇവിടുത്തെ കാഴ്ച ഇതാരൊരാൾ